എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വിഷയം നടക്കുന്നു? ദിലീപ് അകത്തു പോകുമോ? രാഹുലിനെ പിടിക്കാൻ പറ്റൂ? മുകേഷിന്റെ കേസ് എന്തായി? ഇങ്ങനെയൊക്കെ ഭയങ്കര ഗംഭീരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലോകം വിട്ടിട്ട് വേറൊരു പാരലൽ വേൾഡ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആർക്കും അറിയാത്ത വേറൊരു ലോകം നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഒരു പാരലൽ വേൾഡ് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാൻ സാധിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഒരാൾ ഇതിനടിച്ച് കമന്റ് അടിച്ച് എന്തൊക്കെ കാണണം ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ. എന്തായാലും MDMA അല്ല, ഇത് അതുക്കും മേലെ എന്തോ ഒന്നാണ്. ന്യൂ ഗോഡ് ഗോപൻ സ്വാമി ഇപ്പോഴും ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഈ ഒരു ഇത് ആരാന്നറിയില്ല, ഒക്കെ ബാബ മലവാരി മുത്തപ്പന്റെ കാലില് എന്താണ് കമന്റ്, പൂവിട്ട് പൂജിക്കുന്ന ഭാര്യയെ കണ്ടോ? ഈശോ, ഇത് ഭാര്യയാണോ? ഞാൻ കമന്റൊക്കെ പിൻവലിച്ച്, അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഞാൻ വേറെ ഏതോ പെണ്ണാന്നൊക്കെ വിചാരിച്ചു. എനിക്ക് തെറ്റുപറ്റി കേട്ടോ. എന്താ, ഇതാണ് ബാബ മലവാരി മുത്തപ്പൻ. എന്റെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തില് കുറെ ആളുകൾ ഒന്നിച്ചുകൊണ്ട് കൂടിയിട്ടുണ്ട്. കുറെ സ്വാമിമാർ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അതിലത്തെ ഒരാളെ നമുക്ക് അറിയാൻ കേട്ടോ. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം. അവരുടെ വർത്തമാനങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. എന്തായാലും അവരെ ആരാന്ന് അറിയണമെങ്കിൽ ഇതാ കണ്ടു, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ടും എന്റെ ഒരു വീട്ടിലെടുക്കാന്ന് പറഞ്ഞു. ഒരു നേരത്തെ ചെത്തി തെളിഞ്ഞോ ഒരു കള്ള് കൊടുക്കാനിരിക്കണം, കാച്ചി തെളിഞ്ഞ ഒരു കർപ്പൂരാക്ക് കൊടുക്കാനിരിക്കണം, കരിപ്പെട്ട കൂടെ അങ്ങനെ കൊടുക്കാനിരിക്കണം. എന്നിട്ട് എന്റെ ഒരു വീട്ടിൽ തെളിഞ്ഞില്ല, തെളിഞ്ഞില്ല, ഊറ്റിയ മൂളി കേട്ടില്ല എന്ന് പറഞ്ഞു. ഒരു നേരത്തെന്തോ ഒരുപോലെ ഒരു നാഗദേവി ബാബ മലവാരി മുത്തപ്പന്റെ പ്രാർത്ഥന കേട്ട് അതിശയിച്ചിരിക്കുന്നത് കണ്ട് അതിശയിച്ചിരിക്കാതെ പാവ ആയമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്നേ. ആയമ്മയാണെങ്കിൽ ഈ എന്താണ് ലൈവൊക്കെ വന്നിട്ട് ആരെങ്കിലൊക്കെ ചീത്ത പറയുമ്പോൾ അവനെ ഇട്ട് ഓടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആയമ്മയുടെ രസകരമായ കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ പാവം ആകെ അന്തം വിട്ട് പോയില്ലേ. സുഹൃത്തുക്കളെ, ഇങ്ങനത്തുള്ള കുറേ സ്വാമിമാർ നമ്മുടെ കേരളത്തിൽ ഉദിച്ചു വന്നിട്ടുണ്ട്. അത്തരം സ്വാമിമാർക്ക് പാദപൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നേ. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മാത്രം തെറ്റാന്നൊക്കെ. അല്ല, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു വീഡിയോ കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് ഇപ്പം നോക്കുന്നത്. ഈ മലവാരി മുത്തപ്പത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് ഇങ്ങനെയാണ്, അതാ കണ്ടോക്കൂ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു. സുഹൃത്തുക്കളെ, പാവട്ട സ്വാമി എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു എന്ന് ഈ സ്ത്രീ പറയുന്ന സമയത്ത് ബാബുസ്വാമി ഒരു തൊഴലുണ്ട്, 1.5 തൊഴല, അതിനപ്പുറത്തേക്കൊന്നും പറയല്ലേ എന്നൊക്കെ അങ്ങനത്തെ ഒരു തൊഴല. കണ്ടോക്കൂ ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് പിന്നെ ബാബുസ്വാമി ഇതാണ് അവര് ബാബുസ്വാമിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അതൊന്നുമല്ലാതെ നമ്മുടെ നാട്ടുകാർക്ക് കുറെ വിവരം ഉണ്ടായിട്ടോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ കേരള നമ്പർ 1 ആണ് വിദ്യാഭ്യാസത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള സ്വാമിമാരെ കാലൊക്കെ കൊണ്ടുപോയിട്ട് മുത്തും ഉമ്മ വയ്ക്കും. കണ്ടോക്കൂ. കാണാനില്ലല്ലോ, പോയ മുത്തപ്പ വരൂ. അതാ കാണണേ. തീരുമാനായി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞേ, നമ്മളൊന്നും കാണാത്തൊരു ലോകം ഈ കേരളത്തിലുണ്ട്. ഈ ലോകത്തുള്ള ആളുകൾക്ക് രാഹുല പിടിച്ചാലെന്താ, ദിലീപ് അകത്ത് പോയാലെന്താ, മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയാലെന്താ,
ഇവിടെ ഇലക്ഷൻ നടന്നാൽ എന്താ, ആര് മത്സരിച്ചാൽ എന്താ, ഒരു കുഴപ്പമില്ല. ബൈ.